യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. യുക്രൈനിലെ വെടിനിർത്തലിനെക്കുറിച്ചാണ് ഇരുവരും ചർച്ച ചെയ്തത്. ട്രംപിന്റെ ചർച്ചകൾക്കിടെ ഇസ്രയേൽ-ഇറാൻ സംഘർഷത്തെക്കുറിച്ച് വ്ളാഡിമിർ പുടിൻ തന്റെ മനസ്സ് മാറ്റുകയും തന്റെ സഖ്യകക്ഷിയായ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. യുക്രൈൻ-റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് റഷ്യയുടെയും യുക്രൈന്റെയും പ്രതിനിധികളുമായി അമേരിക്കയെ പ്രതിനിധീകരിച്ച് ചർച്ചകൾ നടന്നുവരികയാണ്. ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ നിന്ന് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചു. യുക്രൈനിലെ വെടിനിർത്തലിനെക്കുറിച്ചാണ് ഇരുവരും ചർച്ച ചെയ്തത്. അതേസമയം വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ഡൊണാൾഡ് ട്രംപിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചില പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായി പറയപ്പെടുന്നു. ഇതിനു പുറമെ യുക്രൈനിലെ യുദ്ധം യു.എസ്.-റഷ്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. അമേരിക്ക റഷ്യയ്ക്കുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് മറന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും സംസാരിച്ചു. അതേസമയം ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ച് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിറ്റ് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഇരു നേതാക്കളും ചർച്ച ചെയ്തതിന്റെ വിശദാംശങ്ങൾ അതിലുണ്ടായിരുന്നു. യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കാൻ വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചർച്ച ചെയ്തു എന്ന് പ്രസ്താവനയിൽ പറയുന്നു. ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ സംഘർഷം സമാധാനപരമായി അവസാനിപ്പിക്കണമെന്ന് ഇരുവരും സമ്മതിക്കുകയും ചെയ്തു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർ സംസാരിച്ചു. ഈ യുദ്ധത്തിനായി യുക്രൈനും റഷ്യയും ചെലവഴിക്കുന്ന സമ്പത്ത് സ്വന്തം ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. ഈ സംഘർഷം ആരംഭിക്കാൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. പൂർണ്ണമായ വെടിനിർത്തലിനും സ്ഥിരമായ സമാധാനത്തിനും വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചു. ഭാവിയിലുണ്ടാകേണ്ട സമാധാനത്തെക്കുറിച്ചും സംഘർഷ പ്രതിരോധത്തെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ചും ചർച്ച നടത്തി. ആയുധങ്ങൾ ശേഖരിക്കുന്നത് തടയുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടന്നു. ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഒരിക്കലും ഇറാൻ ഇടപെടേണ്ടി വരില്ല എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇരു നേതാക്കളും പങ്കുവച്ചു. ഇതിലൂടെ യുക്രൈനും റഷ്യയും തമ്മിൽ മാത്രമല്ല, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു. റഷ്യയും ഇറാനും തമ്മിലുള്ള സൗഹൃദമാണ് ഇതിന് പ്രധാന കാരണം. അതുപോലെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹമാസ് സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള പലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടരുകയാണ്. ഇത് ഇറാനിലും സംഘർഷത്തിന് കാരണമായി. ലെബനനിലെ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് അവർ ഇസ്രായേലിനെ ആക്രമിച്ചു. മറുപടിയായി ഇസ്രായേൽ ഹിസ്ബുള്ളയെയും ഇറാനെയും ആക്രമിച്ചു. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇറാന്റെ പ്രോക്സികളായ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കൾ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളിലെ നിരവധി അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നു. ഇത്തരമൊരു പരിതസ്ഥിതിയിൽ ഇസ്രായേലിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇറാൻ ഏർപ്പെടരുതെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച് ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിന് അതൊരു സന്തോഷ വാർത്തയായിരിക്കും. മധ്യപൂർവ്വദേശത്ത് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളും സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്.